ഇപ്പൊ ഷൈജലിന്റെ പ്രൊഡക്റ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാം ഒരു മാർക്കറ്റ് പ്ലേസിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ എല്ലാം ഒരു മാർക്കറ്റ് പ്ലേസിൽ ഇടുന്നത്? എന്താണ് ഈ മാർക്കറ്റ് പ്ലേസിന്റെ അഡ്വാൻറ്റേജും തോന്നുന്നത്? ഓക്കെ, അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാല് അതിലെ ഐഡിയ അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് ആ ഒരു സ്റ്റേജിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡിസ്ട്രിബ്യൂഷനാണ്, ആൾക്കാരിലേക്ക് അത് എത്തിക്കുക എന്നുള്ള കാര്യം. അപ്പം അത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഈ ഒരു മാർക്കറ്റ് പ്ലേസ് എന്നുള്ളത്. മാർക്കറ്റ് പ്ലേസ് എന്ന് വെച്ചാൽ വേറെയുള്ള ഒരു ബിഗ്ഗർ പ്രൊഡക്റ്റിൻ്റെ ഒരു ആപ്പ് സ്റ്റോർ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയാം. ഒരു ആപ്പ് സ്റ്റോർ ആണെങ്കിൽ ആപ്പിൾ ഒരു ഐഫോൺ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിലെ ഒരു സബ് പ്രൊഡക്ട്സ്, അത് നമുക്ക് ചെറിയ പ്രൊഡക്ട്സ് ആപ്സ് ഉണ്ടാക്കിയിട്ട് അവരെ മാർക്കറ്റ് പ്ലേസിൽ ലിസ്റ്റ് ചെയ്യാം. അപ്പം അതേപോലെ ഷോപ്പിഫൈ മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, ഫിലിക്സ് അതിലായിരിക്കും കൂടുതലായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഗൂഗിൾ വർക്ക് പ്ലേസ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതിലാണ് പ്രൊഡക്ട്സ് ചെയ്യൽ. അപ്പം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാ പ്രൊഡക്ട്സും ഫസ്റ്റ് മിക്കവാറും അത് കളക്ട് ചാറ്റിന് ശേഷം കേട്ടോ, കളക്ട് ചാറ്റ് നമ്മൾ മാർക്കറ്റ് പ്ലേസ് യൂസ് ചെയ്യാതെയാണ് ഗ്രോ ചെയ്തത്. ബാക്കിയുള്ളതൊക്കെ ഗൂഗിളിന്റെ മാർക്കറ്റ് പ്ലേസിലായിരുന്നു ലിസ്റ്റ് ചെയ്തത് ഫസ്റ്റ് ഇനീഷ്യൽ സെറ്റ് ഓഫ് യൂസേഴ്സ് അതിൽ നിന്നാണ് കിട്ടിയത്.